നിങ്ങളെ കാണിക്കാം. എല്ലാവരും ചിത്രം കാണിക്കല്ലേ, ചിത്രങ്ങൾ കാണിക്കാം. അതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കണം. നോക്കിയേ, ഈ 4 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടോ? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നത്? കുട്ടികള് മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. രണ്ടാമത്തെ എന്താ പറയുന്നത്? കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്ത് നോക്കിയേ, എന്തൊരു കാര്യം കുട്ടി അത് കേട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ എന്താ ചെയ്യുന്നത്? അമ്മ ഒരു കാര്യം പറയണ്ട, അതായത് സന്ധ്യ കുറച്ച് വീട്ടിൽ വരണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക. കുട്ടി അത് കേൾക്കുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? അമ്മയെ സഹായിക്കുന്നു. ടീച്ചർ നോക്കിയേ, ഇതെന്താ ടീച്ചർ കുട്ടികളെ അവരുടെ ബന്ധം കണ്ടോ? കുട്ടികളെന്താ ഹാപ്പിയാ ടീച്ചറുടെ അടുത്ത് കണ്ടോ? ഇവിടെ എന്താ കാണുന്നേ? ഒരു അമ്മൂമ്മയെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കുട്ടി സഹായിക്കുന്നു. ഇവിടെ എന്താ കാണുന്നേ? കണ്ടോ? ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു കുട്ടി എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കുക, പോയാതെ തടയുക, ചെയ്യരുതെന്ന്. ഇവിടെ എന്താ കാണുന്നേ? ഒരു പ്രായമുള്ള വ്യക്തിയെ കാണുമ്പോഴത്തേക്കും സീറ്റ് കണ്ടില്ല. ആ കുട്ടി അവിടെ ഇരുന്നതായിരിക്കും സീറ്റില്. അപ്പൊ ആ പ്രായമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ആ സീറ്റിൽ എടുത്തിട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ നോക്കി, ഇവിടെ ഒന്നാമത്തെ ചിത്രം കാണിക്കുന്നത് ഒരു കുട്ടി, ഒരു പട്ടിക്കുട്ടി എടുത്തേക്കുന്നുണ്ടോ? സ്നേഹത്തോടെ എടുത്തേക്കുന്നത്. ഇവിടെ എന്താ കാണുന്നത്? അവിടെ ഒരു പട്ടിക്കുട്ടിയോട് കുട്ടി കളിക്കുവാണ് സ്നേഹത്തോടെ. ഇവിടെ എന്താ കാണുന്നത്? കോഴികളെ ഒരു ഫുഡ് കൊടുക്കുക. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായത്? ഒരു അമ്മ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കത്തില്ലേ? എന്തുകൊണ്ടാണ്? അമ്മയെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? ആണല്ലോ, അമ്മേനെ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. അമ്മയെ ബഹുമാനിക്കുന്നുണ്ട്. ഇവിടെ ഇതായാലും പ്രായമുള്ള ആളല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? അതുപോലെ ഇവിടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അച്ഛനെ ബഹുമാനിക്കുന്നില്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക. ഇവിടെ ആരെയാ ബഹുമാനിക്കുന്ന? കുട്ടികള് ടീച്ചറെ ബഹുമാനിക്കുന്നത്. ഇവിടെ പ്രായമുള്ള ഒരു വ്യക്തിയെ ഇവിടെ ആവുന്ന എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ബഹുമാനിക്കുന്നത്. നമ്മുടെ പൊതുസ്ഥലങ്ങളിലുള്ള കാണുന്ന ഇതുപോലെ ലൈറ്റുകളൊക്കെ ഉണ്ട് കണ്ടോ? ചില കുട്ടികളൊക്കെ എറിഞ്ഞത് പൊട്ടിക്കാറുണ്ട്. അത് ശരിയാണോ ചെയ്യുന്നത്? അല്ല, ഒരു പൊതുമുതൽ നമ്മളതിനെ ബഹുമാനിക്കണം, നശിപ്പിക്കാൻ പാടില്ല. നമ്മളൊന്നും അല്ലല്ലോ, നമ്മൾ കാണുമ്പോൾ എറിഞ്ഞാൽ പൊട്ടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രായമുള്ള ആളുകൾ വരുമ്പോൾ കണ്ടിച്ചു കൊടുക്കത്തില്ലേ? എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അവരെ സഹായിക്കുന്നുണ്ടല്ലോ. എല്ലാവരും എനിക്ക് കൊടുക്കുമോ? കൊടുക്കുമോ? നിങ്ങളുടെ പ്രായത്തിലുള്ളവരോട് വന്നിട്ട് എനിക്ക് കൊടുക്കില്ല. പ്രായമുള്ള വ്യക്തികളെ നിങ്ങൾ എനിക്ക് കൊടുക്കില്ല. അവരെ നിങ്ങൾ ബഹുമാനിക്കല്ലേ ചെയ്യുന്നേ? ആണോ? അപ്പൊ നമ്മൾ എന്തിനൊക്കെ ബഹുമാനിക്കട്ടെ? മാതാപിതാക്കളെ ബഹുമാനിക്കണം, പിന്നെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, പിന്നെ പൊതുമുതലുകൾ, പബ്ലിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ? ഇപ്പൊ മുമ്പേ ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേറെ സ്ഥലങ്ങൾ പിള്ളേർ ചുമ്മാ നടന്നു പോയിട്ട് തട്ടികളൊക്കെ ഇല്ലേ? അപ്പൊ പൊതുമുതലുകളെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും നമുക്കതിൽ ഒരു അധികാരമില്ല. പിന്നെ എന്തിനെ ബഹുമാനിക്കേണ്ടത്? മുതിർന്നവരെ ബഹുമാനിക്കണം, പിന്നെ മൃഗങ്ങളെ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണ്ടേ? നമുക്ക് അവർ ഉപയോഗിക്കാൻ അധികാരമുണ്ടോ? വരുന്ന വഴിക്ക് ഒരു പട്ടി വെറുതെ നടന്ന വഴി ഇപ്പൊ നമ്മൾ ചേരാതെ എറിയും. ചെയ്യണോ അത്? ഇല്ല. പക്ഷി മൃഗാക്കളെ നമ്മൾ ഓടിച്ചുവിടും വീട്ടിൽ വരുമ്പോൾ. ചിലപ്പോൾ എന്നെ എറിയും. എന്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളെ ഉപദ്രവിച്ചില്ലല്ലോ. ഇല്ല. അപ്പം അതിനൊന്നും ഉപദ്രവിക്കാനുള്ള അവകാശം നമുക്കില്ല. പിന്നെ എന്തിനു നമ്മൾ ബഹുമാനിക്കണം? നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ബഹുമാനിക്കണ്ടേ? ചുമ്മാ പോകുന്ന കുട്ടികളെ പോയി അടിക്കുക, കൂട്ടുകാരെ പോയി തല്ലുക, അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മൾ ബഹുമാനിക്കണം. പിന്നെ ആരെയാ? ദേശീയഗാനത്തെ ബഹുമാനിക്കണ്ടേ? ദേശീയഗാനം ഉള്ള സമയത്ത് എങ്ങനെ നിൽക്കണ്ടേ? അല്ലാതെ ബഹളം വെച്ചിട്ടാണോ നിൽക്കണ്ടേ? അല്ലല്ലോ. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട വളരെ ആവശ്യമുള്ള ഒരു മൂല്യമാണിത്, ബഹുമാനം എന്നത്. ഇതിലേക്ക് ബഹുമാനം മനസ്സിലായല്ലോ. അതുപോലെ സ്കൂളിലുള്ള ഈ മുതലുകൾ, ഈ കസേര, ഡെസ്ക്, ബെഞ്ച് ഒക്കെ ഇതിലൊക്കെ കുട്ടികൾ വിസ്കരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണോ ചെയ്യുന്നത്? ഇല്ല. നമുക്ക് ചെയ്യാൻ അധികാരമുണ്ടോ? ഇതൊക്കെ സ്കൂളിലുള്ള മുതലുകളൊക്കെ നമ്മൾ ഇതുപോലെ സാധനം എന്ത് ചെയ്യുക? നമ്മൾ നശിപ്പിക്കാനുള്ള അധികാരമില്ല, കുത്തിവരയ്ക്കാനുള്ള അവകാശമൊന്നുമില്ല. അപ്പൊ മനസ്സിലായോ? ഞാൻ നിങ്ങൾ കുറച്ച് ചെറിയൊരു സാധനം തരാം, നിങ്ങളത് നോക്കണേ.
തുറന്ന് നോക്കണേ, രണ്ടുപേർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കുറെ കാർഡ് തന്നിട്ടുണ്ട്, അതിനകത്ത് കുറെ കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയവര് അത് വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം പറയണം. ഇപ്പൊ ഇവിടെ വായിച്ച് എന്തോ എഴുതിയേക്കുന്നത് വായിച്ചേ, വർക്ക് വായിക്കണ്ടിച്ചേ. എല്ലാവരും ഉണ്ടായിരിക്കണേ, ഇത് വായിക്കുന്ന കേട്ടോണേ, എല്ലാവർക്കും പറയാം. 6 മിനിറ്റായി. ശ്രദ്ധിച്ചേ. ഒന്ന് ശ്രദ്ധിച്ചേ. വഴിയിലൂടെ നിങ്ങൾ വരുമ്പോൾ ഒരു നായയെ നിങ്ങളുടെ കൂട്ടുകാരി കല്ലെറിയുക, നിങ്ങളത് കാണുന്നു, എന്ത് പറയും? അപ്പം അത് ചെയ്യണോ? അതെന്താ? എന്തല്ല അത്? ശരിയാണോ? ആണോ? അല്ല, വേറെ ഇവിടെ തന്നെ അവർക്ക് വായിച്ചു. എന്താ ചെയ്യുന്നത്? ദേശീയഗാന സമയത്ത്, ദേശീയഗാനല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കൾ നോക്കിയാൽ ദേശീയഗാന സമയത്ത് സംസാരിക്കുക, കുറച്ച് പേര് ചിരിക്കുന്നു, കുറച്ച് പേര് സംസാരിക്കുന്നു. അത് ശരിയാണോ? എന്താ അഭിപ്രായം? അങ്ങനെ ചെയ്യണോ? തെറ്റാണോ? പറ, തെറ്റാണോ? തെറ്റാണ്. എനിക്ക് അവിടെ പറഞ്ഞു നിങ്ങളുടെ സുഹൃത്ത് തന്നെയായിരുന്നു. നിങ്ങൾ വരുന്ന വഴി പോസ്റ്റിലെ ലൈറ്റില്ലേ, അത് എറിഞ്ഞു പൊട്ടിക്കുക, എറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവായിരുന്നു. നിങ്ങളത് കാണുക, നിങ്ങളത് കൂടെ എറിയുക. എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാ? പൊതുമുതൽ നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല, അതുകൊണ്ടാ. ഇവിടെ കാണാം, നിങ്ങൾ തന്നെ പറയണ. അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുറച്ച് പേര് പുറകെ ഇരുന്ന് ഉഴക്കുന്നു, സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആ ബെഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് പറയും? അതെ, ക്ലാസ്സില് സംസാരിക്കരുത്, സാറ് പറയുന്നത് ശ്രദ്ധിക്കണം, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണം എന്നാ പറയണ്ടേ. അതാരെ ബഹുമാനിക്കണം? നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ നമ്മൾ ബഹുമാനിക്കുന്നത്. ഇരിക്കും, ഇവിടെ വായിച്ചേ. നിങ്ങൾ വരുന്ന വഴിയിൽ ഒരാള് മാലിന്യം എടുത്ത് റോഡിലേക്ക് വലിച്ചു ശ്രദ്ധിച്ചേ, വേസ്റ്റ് വലിച്ച് റോഡിലേക്ക് എറിയുക, നിങ്ങളത് കാണും. തടഞ്ഞു കൊടുക്കും, തടയില്ലേ? അതിനെ തടയണം നിങ്ങൾ. കാരണം പ്രകൃതി നമ്മളെ നശിപ്പിക്കരുത്, പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കണം എന്ന് കേട്ടോ. ഇവിടെ വായിച്ചു. അത് ചെയ്യാൻ മാതാപിതാക്കൾ പറയുന്ന കാര്യം അനുസരിക്കാൻ ശരിയാണോ? അനുസരിക്കണ്ടേ? മാതാപിതാക്കളെ നമ്മളെ ബഹുമാനിക്കണ്ടേ? അവരൊന്ന് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ ചെയ്യണോ? ഇല്ല. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ കേൾക്കണം കേട്ടോ. നിങ്ങളെ നോക്കുന്നതല്ലേ. അപ്പം മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അതുപോലെ പ്രായമുള്ള ആൾക്കാർ പറയത്തില്ലേ, അത് നിങ്ങൾ അനുസരിക്കണം. അവിടെ വേറെ വായിച്ച് വായിക്കാൻ അന്നാളെ വായിക്കും. ഇംഗ്ലീഷ് പറയണം. എന്നാ വായിച്ചേ, ഒന്ന് എഴുന്നിട്ട് കാണട്ടെ, എഴുന്നിട്ട് വായിച്ചേ. ഒന്ന് വായിച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് ഒരാള്, ഹെൽപ്പ് ചെയ്ത് ഒന്ന് കൊടുക്കത്താണ് വായിച്ചേ. എഴുതാൻ വായിക്കാൻ അറിയാം, വായിക്കും. സയൻസ് ഉണ്ടായിരിക്കുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ
അതായത് ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകർ വരുമ്പോൾ കുറച്ച് പേര് മോർണിംഗ് പറയല്ലേ ഗുഡ് ആഫ്റ്റർനൂൺ പറയും, ബാക്കിയുള്ളവർ കുറേ ഇരിക്കും. ശരിയാണോ? അല്ലല്ലോ. അല്ല, ഒരു അധ്യാപകർ ക്ലാസ്സിലോട്ട് വന്നത് എന്ത് എല്ലാവരും ഒരുപോലെ എത്തിച്ചിട്ട് വിഷ് ചെയ്യണം. മീൻസ് എന്താ, രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക, അല്ലെങ്കിൽ നമസ്കാരം പറയുക, ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുക, ഈവനിങ് പറഞ്ഞിട്ടില്ലേ. അപ്പം അധ്യാപകർ ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേൽക്കണം. ഇനി അത് വായിക്കട്ടെ, വായിച്ചില്ല ശാരീരികവും മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേടുന്ന കുട്ടികളെ കണ്ടോ? ചില കുട്ടികളെ കണ്ടില്ലേ വീൽചെയറിലൊക്കെ വരുന്നത്, ചില കുട്ടികളെ കണ്ടില്ലേ വയ്യാത്ത കുട്ടികൾ. നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ചില കുട്ടികളെ അവരെ കളിയാവും. അത് ശരിയാണ് ചെയ്യുന്നത്. അല്ല, അവരെ നിങ്ങൾ ബഹുമാനിക്കണം. അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. അവർക്ക് ചില സമയം നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? അവർക്ക് ഇത്തിരി വെള്ളം എടുക്കണം, സ്വന്തം എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, എടുത്ത് കൊടുക്കണം. അവരെ നിങ്ങൾ ബഹുമാനിക്കണം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ എന്താ പഠിച്ചേ? എന്തിനെ കുറിച്ചാ പഠിച്ചേ? ബഹുമാനത്തെ കുറിച്ച് പഠിച്ചില്ല. ബഹുമാനിക്കുക എന്നുള്ള ഒരു മൂല്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം കേട്ടോ. പിന്നെ ഇത്രയും ക്ലാസ് ഉണ്ട്. താങ്ക് യു.